ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമുക്കറിയാം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് സെറ്റ് എക്സാമിന് വേണ്ടി നമ്മുടെ മുന്നിലുള്ളത്. ഫെബ്രുവരി 22 ഡേറ്റ് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവാം, പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പോകുന്നിടയ്ക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടെ നന്നായിട്ട് നോക്കാമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾ വീക്ക് ആണെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് പഠിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, കറണ്ട് അഫെയർ ആയിക്കോട്ടെ, ICT ആയിക്കോട്ടെ, ഏത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാനുള്ള അവസരമുണ്ട്. ഹൈംസ് അക്കാഡമിയിൽ അങ്ങനെയും കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 6th ഷെഡ്യൂളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം 3rd യൂണിറ്റിൽ മൊഡ്യൂൾ 5 വരുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കാണാറുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്സ്, റീസണൽ ലെജിസ്ലേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. നമ്മൾ ഹൈംസ് അക്കാഡമിയിലെ 3 ബാച്ചുകാരും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഏരിയാസ് എല്ലാം വളരെ കൃത്യമായിട്ട് അടുക്കി വെച്ച് പഠിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം വളരെ റീസൺ ആയിട്ടുള്ള ലെജിസ്ലേഷൻസ്, റീസൺ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അധ്യാപകർ എന്നിൽ നമുക്ക് വായനയുണ്ടോ, ചുറ്റും നടക്കുന്ന കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അവർ ചെക്ക് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് നോക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ 6th ഷെഡ്യൂളാണ്. സോനം വാങ്ചുക്കും ലഡാക്കിൽ നടന്ന പ്രക്ഷോഭവും നമ്മളെല്ലാവരും കണ്ടതാണ്. ന്യൂസ് പേപ്പറിലെല്ലാം വളരെ വ്യക്തമായിട്ട് കവർ ചെയ്തു പോയതാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് 6th ഷെഡ്യൂളിൽ ചേർക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂളിലേക്ക് ഈ പറയുന്ന ലഡാക്കിനെയും കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് 6th ഷെഡ്യൂൾ എന്ന് പറയുന്നത്? 6th ഷെഡ്യൂൾ കവർ ചെയ്തത് ട്രൈബൽ ഏരിയാസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്? കൃത്യമായിട്ട് ഓർത്തു വെക്കുക. 6th ഷെഡ്യൂളിൽ കവർ ചെയ്യുന്ന ട്രൈബൽ ഏരിയാസ് വരുന്ന സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ആസാം, മേഘാലയ, ത്രിപുര എന്നീ സ്ഥലങ്ങളാണ്. കൃത്യമായിട്ട് ഓർക്കുക. 6th ഷെഡ്യൂളിന്റെ അണ്ടറിൽ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് വരുന്നത്? ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. 6th ഷെഡ്യൂൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സ്റ്റേറ്റ്സ് ഓൾറെഡി കണ്ടു അല്ലെ. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഈ സ്റ്റേറ്റ്സിൽ വരുന്ന ട്രൈബൽസിന് അവരുടെ കൾച്ചർ, ലാൻഡ്, ഐഡന്റിറ്റി ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6th ഷെഡ്യൂളിലെ ആർട്ടിക്കിൾ 244 പ്രൊവിഷൻ 2 അനുസരിച്ച് അവർക്ക് സ്വന്തമായി നിയമം നിർമ്മിക്കാൻ അവരെ അനുവദിക്കുന്നുണ്ട്. സെൽഫ് ഗവേണൻസ് അലോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? 6th ഷെഡ്യൂളിലെ ആർട്ടിക്കിൾ 244 അവർക്ക് ഓട്ടോണമസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ ഏത് പേരിൽ? ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന പേരിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിയമം നിർമ്മിക്കാനായിട്ട് പറ്റും. എല്ലാ ഏരിയയായിട്ട് ബന്ധപ്പെട്ട് പറ്റുമോ? ഇല്ല. അവരുടെ കൾച്ചർ, അവരുടെ ലാൻഡ്, അവരുടെ ഐഡന്റിറ്റി എന്നിവ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാൻഡ്, ഫോറസ്റ്റ്, ഹെൽത്ത്, അഗ്രികൾച്ചർ, ലോക്കൽ കസ്റ്റംസ്, ദെൻ സാനിറ്റൈസേഷൻ, വില്ലേജ് കൗൺസിൽ, അഗ്രികൾച്ചർ, ഇങ്ങനെ വാട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ലോസ് നിർമ്മിക്കാൻ, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഏതിലൂടെ? ത്രൂ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഓർ ADC. ADC എന്ന് പറഞ്ഞൊരു മിനി ഗവൺമെന്റ് ഫോമാണ്. ആ മിനി ഗവൺമെന്റ് ഫോമിന് ആ പർട്ടിക്കുലർ ട്രൈബിന്റെ കൾച്ചർ, ലാൻഡ്, ഐഡന്റിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിയമം നിർമ്മിക്കാനുള്ള അവകാശം 6th ഷെഡ്യൂളിലെ ആർട്ടിക്കിൾ 244 സബ്സെക്ഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ 2 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഓർത്തു വെക്കാം. ദെൻ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 275 പ്രൊവിഷൻ 1 കൂടെ ഓർത്തു വെക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ട്രൈബൽ ഏരിയാസിന് 6th ഷെഡ്യൂൾ അനുസരിച്ച് എയ്ഡ് ഗ്രാൻഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ് 275(1) എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെയാണ് നമ്മുടെ ലഡാക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ലഡാക്ക് ഈ പറയുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലഡാക്ക് മുറവിളി കൂട്ടുന്നത്. ലഡാക്ക് ഡിമാൻഡ് ഇൻക്ലൂഷൻ ഇൻ 6th ഷെഡ്യൂൾ. അതായത് ഈ ട്രൈബൽസിന് കിട്ടുന്ന അവകാശങ്ങൾ ഇവർക്കും കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് 97% ട്രൈബൽ പോപ്പുലേഷനുള്ള ലഡാക്ക് ഈ 6th ഷെഡ്യൂളിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരവുമായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് 6th ഷെഡ്യൂൾ, അതിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ്, അതിലെ പ്രൊവിഷൻസ് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് മോളിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അത് 6th ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് 244 പ്രൊവിഷൻ 2, ദെൻ 275(1). പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ആർട്ടിക്കിൾസ് എന്തിനാ ആഡ് ചെയ്തിരിക്കുന്നു? ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്, നോർത്ത് ഈസ്റ്റിലുള്ള മുഴുവൻ ട്രൈബൽ കമ്മ്യൂണിറ്റീസും അല്ല, കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ 4 സ്റ്റേറ്റ്സിലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ റൈറ്റ്സ്, കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അപ്പോൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ദെൻ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ്
യൂണിറ്റ്, അതായത് നമ്മൾ പറഞ്ഞു 30 മെമ്പേഴ്സ് അടങ്ങിയ 5 വർഷം കാലാവധിയുള്ള ADC ആണ് അവിടെ നിയമം നിർമ്മിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോം ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ ഇതൊരു മിനി ഗവൺമെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൃത്യമായിട്ട് ഓർത്തുക, അതിനെ വിളിക്കുന്നത് എന്താണ്? ADC. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്താണ്? ADC, ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ. അതുപോലെ തന്നെ മറ്റു റീജിയണൽ കൗൺസിൽസും ഉണ്ട്. ഇവിടെ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ അകത്ത് 30 മാക്സിമം 30 പേരാണ്. 26 പേരെ എലക്ട് ചെയ്യപ്പെടുന്നു, 4 പേരെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നതുമാണ്. ഇനി ഇവരുടെ പരിപാടി എന്താണ്? ലോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലാൻഡ്, ഫോറസ്റ്റ്, അഗ്രികൾച്ചർ, കസ്റ്റം, മാരേജ്, ഇൻഹെറിറ്റൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കാൻ ഇവർക്ക് പറ്റും, ADCക്ക് പറ്റും. ദെൻ എക്സിക്യൂട്ടീവ് പവർ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഏരിയ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, ഇവിടെയൊക്കെ എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്. ഇനി ജുഡീഷ്യൽ പവർ ഉള്ളത് എവിടെയാണ്? സെറ്റപ്പ് കോർട്സ് ഫോർ ട്രൈബൽ മാറ്റേഴ്സ്. ട്രൈബൽ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കോർട്ടുകൾ സെറ്റപ്പ് ചെയ്യാനുള്ള ജുഡീഷ്യൽ പവറും ഇവർക്കുണ്ട്. ദെൻ റവന്യൂ പവർ എന്ന് പറയുന്നത് ടാക്സ് കളക്ട് ചെയ്യുക, പവർ ടു കളക്ട് ലാൻഡ് റവന്യൂ, ടാക്സ് ഓൺ മാർക്കറ്റ്സ്, റോഡ്സ്, ഫെറീസ് എക്സെട്ര. ഇനി ഗവർണറിന്റെ നമ്മൾ ഇവിടെ ഇതിന് മുകളിൽ ആരാണ് വരുന്നത്? ഗവർണറാണ്. ഇപ്പൊ ഗവർണർ റോൾ എന്ന് പറയുന്നത് ഈ ലോസ് ഒക്കെ അപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗവർണർ വേണം. ഗവർണറാണ് ഇവർ നിർമ്മിക്കുന്ന ലോകൾ അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. ദെൻ ക്യാൻ ഡിസോൾവ് ഓർ മോഡിഫൈ കൗൺസിൽ, റീഓർഗനൈസിംഗ് ഡിസ്ട്രിക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ഗവർണർക്ക് അധികാരമുണ്ട്. ഈ ഇവർ നിർമ്മിക്കുന്ന ADCയിൽ നിർമ്മിക്കുന്ന നിയമങ്ങൾ അപ്രൂവ് ചെയ്യുക. ദെൻ ഇവിടെ പറയുന്ന റീജിയണൽ കൗൺസിലുകളെ ഡിസോൾവ് ചെയ്യാനോ അതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്താനോ, ഇവിടെ ഞാൻ തൊട്ട് താഴെ നമ്മൾ ഡിസ്ട്രിക്ട് കാണിക്കും ഏതൊക്കെയാണ് ട്രൈബലിന്റെ അകത്ത് വരുന്നത്. അപ്പൊ ആ ഡിസ്ട്രിക്റ്റുകളെ റീഓർഗനൈസ് ചെയ്യാനും ഒക്കെയുള്ള പവർ ഗവർണർക്കുണ്ട് എന്നും കൂടെ ഓർത്തു വെക്കാം. ദെൻ ഇനി നമ്മൾ ഈ പറയുന്ന മേഘാലയ, ത്രിപുര, ആസാം, മിസോറാമിൽ എവിടെയൊക്കെയാണ് ഈ ഡിസ്ട്രിക്ട് കൗൺസിൽസ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഡിസ്ട്രിക്ട് കൗൺസിൽസ്? മേഘാലയയിൽ 3 എണ്ണവും, മിസോറാമിൽ 3 എണ്ണവും, ആസാമിൽ 3 എണ്ണവും, ത്രിപുരയിൽ 1 ആണുള്ളത്. മേഘാലയയിലെ ഖാസി ഹിൽസ് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, ദെൻ ജെയിൻഷ്യ ഹിൽസ് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, ദെൻ ഗാരോ ഹിൽസ് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, മിസോറാമിൽ ചക്മ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, ദെൻ ലായി ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, മാര ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, ത്രിപുര ട്രൈബൽ ഏരിയ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, ദെൻ അസാമിൽ ദിമ ഹാസോ ഓട്ടോണമസ് കൗൺസിൽ, ദെൻ കാർബി ആംഗ്ലോങ് ഓട്ടോണമസ് കൗൺസിൽ, ദെൻ ബോഡോ ലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ. ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ ഓർത്തു നോക്കാം. മേഘാലയയിൽ 3 എണ്ണവും, മിസോറാമിൽ 3 എണ്ണവും, ആസാമിൽ 3 എണ്ണവും, ത്രിപുരയിൽ 1 ആണുള്ളത്. അപ്പം ഇത് നിങ്ങൾ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേരെ. ദെൻ ബാക്കിയുള്ളതിന് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം റീസെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലഡാക്കിനെ ഓർക്കുക, മറക്കാതിരിക്കുക. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ നോക്കിപ്പോ. ദ പ്രൊവിഷൻ ഓഫ് ദ 6th ഷെഡ്യൂൾ ആർ പ്രൊവൈഡഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. ആർട്ടിക്കിൾ 244 ക്ലോസ് 2, ആർട്ടിക്കിൾ 275 ക്ലോസ് 1. ഇത് 2 ആർട്ടിക്കിൾസ് മറക്കാതിരിക്കുക. 244, 275, 244, 275 6th ഷെഡ്യൂൾ ആണെന്നുള്ള കാര്യം മറക്കണ്ട. The next one, which of the following states are covered under the 6th schedule of the constitution? Assam, Meghalaya, Tripura, Nagaland. Select the correct answer using the code given below. 1 and 2 only, 2, 3 and 4 only, 1, 3 and 4 only, 1, 2 and 3 only. അപ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ദെൻ അതുപോലെ തന്നെ ഇങ്ങനെ ഏതെങ്കിലും ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് മാത്രം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അടുത്ത തവണ നമുക്ക് കൃത്യമായിട്ട് 6 മാസത്തെ കൃത്യമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാ സെക്ഷൻസും മനസ്സിലാക്കി കൃത്യമായിട്ട് ഓരോ ആഴ്ചയും മോഡൽ എക്സാംസും ലൈവ് സെഷൻസും ഒക്കെ അറ്റൻഡ് ചെയ്ത് വളരെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ചെറിയൊരു ഫീസിൽ ഹൈംസ് അക്കാഡമിയിൽ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷന് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ മറക്കണ്ട. താങ്ക് ഫോർ വാച്ചിങ്.